കഴിഞ്ഞ തവണ എവിടെ നിർത്തിയോ അതിനേക്കാൾ ഒരുപടി ചാടിക്കടന്ന് ആ കപ്പ് ഉയർത്താനുള്ള സ്ട്രോങ് കണ്ടൻറ്റേഴ്സ് ആയിട്ടാണ് ഡിഡിയർ ഡെഷ്ക്യാംസും ഫ്രഞ്ച് ടീമും ഇത്തവണ നോർത്ത് അമേരിക്കയിലേക്ക് വരുന്നത്. കഴിഞ്ഞ യൂറോ 2024 ടീമിൻ്റെ അറ്റാക്കിംഗ് ഫുട്ബോൾ ആ ഒരു എക്സ്റ്റെൻഡിൽ ഷോക്കേസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ചെറിയ വിമർശനത്തിന് വലിയ മറുപടിയുമായിട്ട് ഒരു അറ്റാക്കിംഗ് ഫയർ സ്റ്റോമുമായിട്ടാണ് ഡിഡിയർ ഡെഷ്ക്യാംസ് ഇത്തവണ ടീമിനെ അണിനിരത്തിയിരിക്കുന്നത്. ഈ ഫ്രഞ്ച് ടീമിൻ്റെ ഫ്രണ്ട് ലൈൻ കാണുമ്പോൾ തന്നെ മിക്കവാറും ഓപ്പോസിറ്റ് ടീമുകളും ഡിഫൻസിലേക്ക് വലിഞ്ഞു പോകും. ആ ഫ്രണ്ട് ലൈൻ നോക്കുകയാണെങ്കിൽ കിലിയൻ എംബാപ്പെ, വൺ ഓഫ് ദി വേൾഡ്സ് ബെസ്റ്റ് ഗോൾ സ്കോറർ റൈറ്റ് നൗ, ഉസ്മാനെ ഡെമ്പല്ലെ, കറണ്ട് ചാമ്പ്യൻസ് ലീഗ് വിന്നർ, കറണ്ട് ബാലൻഡിയോർ ഹോൾഡർ, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ മൈക്കൽ ഒലീസെ, ദ നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ മോഡേൺ അറ്റാക്കിംഗ് ഫുട്ബോൾ. ഈ മൂന്ന് പേരും യോജിക്കുമ്പോൾ തന്നെ ആ ഫ്രണ്ട് ലൈനിൻ്റെ സ്പീഡും ഇവർ മൂന്ന് പേരോട് ഉണ്ടാക്കാൻ പോകുന്ന നാശനഷ്ടങ്ങളെയും കുറിച്ചും രണ്ടാമതൊന്ന് ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർക്ക് ശക്തമായിട്ട് ബാക്കിംഗ് കൊടുക്കാനായിട്ട് ബ്രാഡ്ലി ബാർക്കോള, റയാൻ ജെർഗി, ഡിസൈഡോവു, മറ്റേറ്റ, മാർക്കസ് തൂറം എന്നിങ്ങനെ ശക്തമായൊരു ടീം സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട്. സോ അറ്റാക്കിംഗ് യൂണിറ്റിൽ തന്നെ ഇത്രയും സ്ക്വാഡ് ഡെപ്ത് ഡെഷ്ക്യാംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിഡ്ഫീൽഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് മിക്സ് ഓഫ് യൂത്ത് ആൻഡ് എക്സ്പീരിയൻസ്. ഓൾറെഡി ഈ ടൂർണമെൻറ്റ് കളിച്ച് വിൻ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പരിചയമുള്ള ദ ഓൾഡ് വർക്ക് ഹോഴ്സ് എൻഗോളോ കാൻ്റെ ടീമിലുണ്ട്. മൂപ്പരുടെ കൂടെ നാഷണൽ ടീം എക്സ്പീരിയൻസ് ഉള്ള റാബിയോട്ടുണ്ട്, ചാമനിയുണ്ട്, അവരുടെ കൂടെ മാനു കോനെ ആൻഡ് PSG പ്ലെയറായ വാരൻ സെയർ എമറി. ഞാൻ ഈ ടൂർണമെൻറ്റിൽ ഒരുപാട് നോട്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് ഇപ്പം ഞാൻ പറഞ്ഞ വാരൻ സെയർ എമറി എന്നുള്ളത്. റൈറ്റ് ബാക്കിലും കളിക്കാൻ കഴിയുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇനി ആ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സെൻട്രൽ ഡിഫൻസിൽ ദേ ഗോട്ട് സം ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദി വേൾഡ്. ആർസണലിൽ നിന്നും വില്യം സാലിബ, ഉപമെക്കാനോ, കൊനാറ്റെ. ഇനി ഫുൾ ബാക്സ് രണ്ട് വിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ദേ ഹാവ് എ ഗുഡ് സെറ്റ് ഓഫ് പ്ലേയേഴ്സ്. ഒരു സൈഡിൽ ലൂക്കാസ് ഡിങ്ങിനെയും തിയോ ഹെർണാണ്ടസ് ഒക്കെ ആണെങ്കിൽ മറ്റൊരു സൈഡിൽ മാലോ ഗസ്റ്റോയും ജൂൾസ് കോണ്ടയൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതൊന്നും പറയാനായിട്ട് ഗോൾ കീപ്പിങ്ങിൽ ഹ്യൂഗോ ലോറസിൻ്റെ ആ ബൂട്ട്സ് ഫില്ല് ചെയ്യാനായിട്ട് AC മിലാനിൽ നിന്നും മൈക്ക് മേഗ്നാനും കൂടി അവിടെ സെറ്റാണ്. സോ ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാ ഏരിയാസിലും എല്ലാ പൊസിഷൻസിലും ഇൻഡിവിജ്വൽ ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല സ്കോർ ഡെപ്തും സെറ്റാക്കിക്കൊണ്ടാണ് ഡിഡിയർ ഡെഷ്ക്യാംസ് ഇത്തവണ ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഡെഷ്ക്യാംസിൻ്റെ അണ്ടറിലുള്ള പ്ലേയിങ് രീതി നോക്കുകയാണെങ്കിൽ 4-2-3-1 വിച്ച് ക്യാൻ ബി കൺവേർട്ട് ടു എ 4-3-3 കൈൻഡ് ഓഫ് ഫോർമേഷനിലാണ് ടീമിനെ ഏറെക്കുറെ അണിനിരത്താറ്. വിങ്സിൽ കൂടെ സ്പീഡി അറ്റാക്ക് ചെയ്ത് ബോക്സിൽ കയറാൻ നോക്കുന്നുള്ളൂ 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം അതിനുള്ള ക്വാളിറ്റിയും 1-on-1 ക്വാളിറ്റിയും സ്പീഡുമുള്ള പ്ലേയേഴ്സ് ഇവർക്ക് രണ്ട് വിങ്ങിൽ മാറ്റി മാറ്റി ഇറക്കാനുണ്ട്. പിന്നെ ഈ കോച്ച് മിഡ് ബ്ലോക്കൊക്കെ പിടിച്ച് മിഡിൽ കാര്യങ്ങൾ കൺജസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു കോച്ചാണെന്ന് പലവട്ടം കണ്ടിട്ടുണ്ട്. അതേപോലെ ആ സെൻട്രൽ ഏരിയ കോമ്പാക്റ്റ് ആയിട്ട് നിർത്തും. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ട്രാൻസിഷൻ ഇവരെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആക്കുന്ന കാര്യമാണ്. ആ ട്രാൻസിഷനിൽ വിങ്ങിലൂടെ ആണെങ്കിലും സെൻട്രലിലൂടെ ആണെങ്കിലും ബുള്ളറ്റ് സ്പീഡിലായിരിക്കും ഇവരുടെ പ്ലേയേഴ്സ് പായുന്നത്. സോ ട്രാൻസിഷൻ ഫേസിൽ ഇവരുടെ പ്ലേയേഴ്സിനെ പിടിക്കാനായിട്ട് മാർക്ക് ചെയ്ത് പിടിക്കാനായിട്ട് ഓടുന്ന ഫുൾ ബാക്സിനാണെങ്കിലും ഡിഫൻഡേഴ്സിനാണെങ്കിലും കാര്യങ്ങളും വളരെ കടുപ്പമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഈ ഡെംബലെ വേഴ്സസ് എംബാപ്പെ കോംബോ ആണ്. ഈ രണ്ട് പ്ലേയേഴ്സും ലെഫ്റ്റും സെൻട്രൽ ഏരിയാസും മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നത് ആ ഒരു കോംബോ എത്രത്തോളം ഡിഫൻഡേഴ്സിനെ കുഴപ്പിക്കും അല്ലെങ്കിൽ എത്രത്തോളം ചാൻസസ് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഏറെക്കുറെ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കാണുന്നൊരു കാര്യം. പിന്നെ ഇനി ടീംസ് ഫ്രഞ്ച് ടീമിൻ്റെ അറ്റാക്ക് കണ്ട് ഓൾറെഡി ഡിഫൻസിലേക്ക് ഒരു ലോ ബ്ലോക്കിലേക്ക് പിടിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് റയാൻ ചെർക്കിയുടെ ഒരു വരവുണ്ടാവും. പുള്ളിയാണെങ്കിൽ ബിറ്റ്വീൻ ദ ലൈൻസ് ബൗൺസ് പാസസ് കളിച്ച് ബോക്സിനകത്ത് കയറി ഡേഞ്ചർ ഉണ്ടാക്കുന്നതിൽ കേമനായിട്ടൊരു പ്ലെയറാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്ലെയർ മാൻ സിറ്റിയിൽ അത് ചെയ്യുന്നത്. സോ അവിടെയാണെങ്കിൽ ലോ ബ്ലോക്ക് പിടിച്ചാലും രക്ഷയില്ല. റയാൻ ചെർക്കിയുടെ വരവ് ഒരു വൈൽഡ് കാർഡ് എൻട്രി നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് ഒരു വീക്ക്നെസ് ആയിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് റിവേഴ്സ് ട്രാൻസിഷൻ വരുമ്പോൾ മിഡ്ഫീൽഡേഴ്സ് എക്സ്പോസ്ഡ് ആയി പോകുന്നു. ഇവരുടെ ഫുൾ ബാക്സിനെയും കൂടി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നൊരു അറ്റാക്കിംഗ് 5 കൊണ്ടുവരാനാണ് മിക്കപ്പോഴും ഡെഷ്ക്യാംസ് ഫ്രണ്ട് ലൈനിൽ നോക്കാറ്. സോ അങ്ങനെ വരുമ്പോൾ ഒരു റിവേഴ്സ് കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ ആങ്കറിങ് മിഡ്ഫീൽഡേഴ്സ് കുറച്ചും കൂടി എക്സ്പോസ് ആയി പോകുന്നു എന്നുള്ളത് പലവട്ടം പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. സോ അത് എത്രത്തോളം ഡെഷ്ക്യാംസ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഡീൽ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. 2 വട്ടം ലോക ചാമ്പ്യന്മാരായ ഇവർ ഗ്രൂപ്പ് ഐയിലാണുള്ളത്. സെനഗലിൻ്റെയും ഇറാഖിൻ്റെയും നോർവേയുടെയും കൂടെ. നോർവേ എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേയുടെ കൂടെ. സോ വി ആർ ഗോയിങ് ടു ഗെറ്റ് ഹാലൻഡ് വേഴ്സസ് എംബാപ്പെ അറ്റ് ദ ഗ്രൂപ്പ് സ്റ്റേജ് ഇറ്റ് സെൽഫ്. സോ എന്തായാലും സെമി ഫൈനലിന് താഴെ എവിടെ അവസാനിച്ചാലും ഈ ടൂർണമെൻറ്റ് വലിയൊരു പരാജയമായിട്ട് ഡെഷ്ക്യാംസിൻ്റെ റെക്കോർഡിൽ എഴുതി ചേർക്കപ്പെടും. പക്ഷേ പുള്ളിയുടെ സീലിംഗ് എന്ന് പറയുന്നത് കപ്പ് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. സോ രണ്ടാമത്തെ വട്ടം ആസ് എ കോച്ച് ടീമിന് വേണ്ടി ഫ്രഞ്ച് നാഷണൽ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് തൂക്കി എടുത്തു കൊടുത്ത് പടിയിറങ്ങി പോകാനായിരിക്കും, അഭിമാനത്തോടെ പടിയിറങ്ങി പോകാനായിരിക്കും ഡിഡിയർ ഡെഷ്ക്യാംസ് ഗിനാവ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ കിലിയൻ എംബാപ്പയുടെ കാര്യം എടുത്തു പറയാനുണ്ട്. ഓൾറെഡി വേൾഡ് കപ്പിൽ പുള്ളിക്ക് 12 ഗോളായി.
ഒരു 5 കൂടി ഈ വേൾഡ് കപ്പിൽ അടിക്കുകയാണെങ്കിൽ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എംബാപ്പെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. എന്തായാലും നമുക്കിനി മറ്റുള്ള ടീമുകളുടെ സ്ക്വാഡ് അനാലിസിസ് ഒക്കെ ആയിട്ട് വരാം ഇതേപോലെ. എന്തായാലും വേൾഡ് കപ്പാണ് വരുന്നത്, എല്ലാവരും കൂടെ കൂടുക. നമ്മൾ എവ്രി ഡേ നമ്മളിവിടെ ഉണ്ടാവും. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ദിസ് അലക്സാണ്ടർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.